ഇറാനിലെ ആക്രമണ രീതി വ്യക്തമാക്കുന്ന ഗ്രാഫിക്സ് ചിത്രീകരണം പുറത്തുവിട്ട് ഇസ്രായേൽ. IDF വക്താവാണ് ഇറാനിലെ ആക്രമണ രീതി വ്യക്തമാക്കുന്ന ഗ്രാഫിക്സ് ചിത്രീകരണം പുറത്തുവിട്ടത്. പടിഞ്ഞാറൻ ഇറാനിലെ വ്യോമ പ്രതിരോധങ്ങളെയും ആക്രമണ കേന്ദ്രങ്ങളെയും തകർത്തതിനു ശേഷം ടെഹ്റാനിൽ ആകാശ മേധാവിത്വം സ്വന്തമാക്കിയത് എങ്ങനെയാണെന്ന് IDF വക്താവ് നഹ്ദവ് ഷൊഹനെ വിശദീകരിക്കുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. പ്രജിത്ത്, വളരെ വലിയ ആലോചനകൾക്ക് ശേഷം നടന്ന ആക്രമണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഏതാണ്ട് 6 മാസമായി CIA വളരെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു ഇറാൻ ഈ പരമോന്നത നേതാവിൻ്റെ ബംഗ്ലാവും അതുപോലെ ആ കൊട്ടാരവും പരിസരവുമൊക്കെ. 6 മാസത്തോളം നടത്തിയ കർശനമായ നിരീക്ഷണത്തിനൊടുവിലാണ് ഇന്നലെ ആ ഒരു ദിവസം വീണ് കിട്ടിയത്. അയത്തുള്ള അൽ ഖമനേയി ആ കൊട്ടാരത്തിൽ കൃത്യമായി ഇത്രാം നമ്പർ മുറിയിൽ യോഗം ചേരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് നടത്തിയ കൃത്യമായ ആസൂത്രണം. എങ്ങനെയായിരുന്നു അത് നടന്നത്? നീലിമ, എങ്ങനെയാണ് തങ്ങൾ ഇറാനിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയെന്നതും ആ രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതെന്നും വ്യക്തമാക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ സൈനിക വക്താക്കളിൽ ഒരാളായിട്ടുള്ള നഹ്ദവ് ഷൊഹനയുടെ ട്വിറ്റർ പേജിലൂടെ, എക്സ് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 3 ഘട്ടങ്ങളായിട്ടുള്ള ആക്രമണം എന്നുള്ളതാണ് അവർ ഇതിൽ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം പടിഞ്ഞാറൻ കേന്ദ്രങ്ങളിലെ, പടിഞ്ഞാറൻ ഇറാനിൽ വരുന്ന ഇറാനിൻ്റെ മിസൈൽ കേന്ദ്രങ്ങളെ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയുമാണ് അവർ ആദ്യം ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ്. ആ ലക്ഷ്യമിട്ടതിന് ശേഷം രണ്ടാമത്തെ ഘട്ടമായി അവർ ഉറപ്പുവയ്ക്കുന്നത് ഈ പടിഞ്ഞാറൻ ഇറാനിൽ ഒരു ആകാശ മേധാവിത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പടിഞ്ഞാറൻ ഇറാനിൽ ആകാശ മേധാവിത്വം സ്ഥാപിച്ചതിന് ശേഷം ടെഹ്റാനിലേക്ക് തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾക്കുള്ള വഴിയൊരുക്കുകയായിരുന്നു അവർ ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ ഘട്ടം അവിടെ പൂർത്തിയാകുകയും മൂന്നാമത്തെ ഘട്ടമായിട്ടാണ് ഇറാനിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടെഹ്റാനിലേക്ക് കടന്നു കയറുകയും ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് 200ഓളം ഇസ്രായേലി വിമാനങ്ങളാണ് ടെഹ്റാനിലേക്കും ഒപ്പം തന്നെ ഇറാൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ആകാശ മേഖലകളിലേക്കും കടന്നു കയറിയത്. അത് ഒരു രീതിയിലും പ്രതിരോധിക്കാൻ ഇറാന് കഴിഞ്ഞിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് അവരുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ആദ്യം ഇസ്രായേൽ അമേരിക്ക സഖ്യസൈന്യം തകർത്തത് എന്നുള്ളതാണ്. അതിനുശേഷം ആ മേഖലയിൽ പൂർണ്ണമായും തങ്ങളുടെ കൈവശമാണ്, അല്ലെങ്കിൽ തങ്ങൾക്കാണ് അവിടുത്തെ ആകാശത്തെ മേധാവിത്വമെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ടെഹ്റാനിലേക്ക് കടക്കുന്നത്. ഈ ചിത്രീകരണത്തിൽ തന്നെ നമുക്ക് കാണാം, ടെഹ്റാനിൻ്റെ മാപ്പിനനുസരിച്ച് അവിടേക്കും ഈ രീതിയിൽ വിമാനങ്ങൾ വന്ന് ആക്രമണങ്ങൾ നടത്തിയ ശേഷം എങ്ങനെയാണോ അവരൊരു ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ ഫോർമേഷനിൽ തന്നെ ഇറാനിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ട വിവരങ്ങളിൽ കാണിക്കുന്നത്. അതായത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആക്രമണം പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് ഒഫൻസിൻ്റെ ആയത്തുള്ള അലി ഖമേനിയും കുടുംബാംഗങ്ങളും അടക്കം മരിക്കപ്പെട്ട, അതോടൊപ്പം തന്നെ വിവിധ സൈനിക മേധാവികൾ, അതോടൊപ്പം തന്നെ ഇറാനിൻ്റെ മറ്റ് ഉന്നത നേതാക്കളടക്കം കൊല്ലപ്പെട്ട ആക്രമണം 3 ഘട്ടങ്ങളിലായാണ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഔദ്യോഗികമായി പുറത്തു വരുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ആയത്തുള്ള അലി ഖമേനിയുടെ വസതികളിൽ ബോംബിംഗ് നടത്തിയത്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആക്രമണം നടത്തിയത്, അതോടൊപ്പം തന്നെ ഇറാനിൻ്റെ വിവിധ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെ തകർത്തത്, ഒപ്പം റഡാർ കേന്ദ്രങ്ങളെ, ഈ പ്രതിരോധ സംവിധാനങ്ങൾ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒന്നും ഇത്രയും പറയാനില്ലെങ്കിലും അയൺ ഡോം പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ചെറു പതിപ്പുകൾ ഇറാനിൽ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനെ ഇൻ്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് അവരുടെ ഫൈറ്റർ ജെറ്റുകളെയും ശത്രുവിൻ്റെ മിസൈലുകളെയും ഒക്കെ തകർക്കാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. കാരണം ആദ്യം തന്നെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് അത്തരം കേന്ദ്രങ്ങളെയായിരുന്നു. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടവരാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേനയും ആക്രമണം നടത്തിയപ്പോൾ ആദ്യം ശത്രുവിൻ്റെ ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ, അവിടേക്ക് വരുന്ന ഫൈറ്റർ ജെറ്റുകളെയും മറ്റ് മിസൈലുകളും ഒക്കെ വെടിവെച്ചിടാൻ കഴിയുന്ന സംവിധാനങ്ങളെയുമാണ് ആദ്യം ആക്രമിച്ചത് എന്നുള്ളത് ഓർക്കേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലും ആക്രമണം നടത്തിയിരിക്കുന്നത്. വളരെ സ്ട്രാറ്റജിക്കലായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്രമണം. ഇതിന് ഇത്തരം ആക്രമണങ്ങൾ നടത്തണമെങ്കിൽ അതൊരൊറ്റ ദിവസം
ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചാരന്മാരുടെയൊക്കെ കർശനമായ നിരീക്ഷണം, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചാരപ്രവൃത്തി, ഒപ്പം ഗ്രൗണ്ട് ഇന്റലിജൻസും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ആക്രമണങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വളരെ കാലമായി നിരീക്ഷിച്ച് ഓരോ മൂവ്മെന്റും മനസ്സിലാക്കിയതിനു ശേഷം അയത്തുള്ള അലി ഖമേനിയെയും ഒപ്പം ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും എല്ലാം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണ് എന്നുള്ളത് ഇസ്രയേൽ തന്നെ സമ്മതിക്കുന്ന, ഇസ്രയേൽ തന്നെ പുറത്തുവിടുന്ന ഈ ഗ്രാഫിക്കൽ ചിത്രീകരണം അതിനുള്ളൊരു തെളിവായി മാറിയിരിക്കുന്നു. നീലിമ, ഒപ്പം നമുക്ക് ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. പ്രജിത്ത്, അയത്തുള്ള ഖമനേയ്ക്ക് പുതിയ താൽക്കാലിക പിൻഗാമിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. അയത്തുള്ള അറാഫിയാണ് താൽക്കാലിക പിൻഗാമി. അയത്തുള്ള ഖമനേയെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി അതിരൂക്ഷമായ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. അതിനിടെ ഖത്തറിലെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഒഴിയാൻ അമേരിക്കൻ പൗരന്മാരോട് US ആവശ്യപ്പെട്ടിരിക്കുന്നു. മുൻ ഇറാൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് കൊല്ലപ്പെട്ടുവെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രജിത്ത്, അഹമ്മദി നജാദ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഇറാനിലെ ഉന്നതരായ ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരണങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇറാന്റെ തലപ്പത്തേക്ക്, നിലവിലുള്ള ഭരണരീതിയുടെ തലപ്പത്തേക്ക്, പുതിയ തലത്തിലേക്ക് വരാൻ കഴിയുന്ന ആളുകളെയെല്ലാം ഇപ്പോൾ സംയുക്ത സൈന്യം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുതിയതായി ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഈ പുതിയതായി, അതായത് അഹമ്മദി നജാദ് പോലെയുള്ള അന്താരാഷ്ട്ര തലത്തിലടക്കം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, പേരെടുത്തിട്ടുള്ള, അറിയപ്പെടുന്ന നേതാക്കളെ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു US ഇസ്രായേൽ സഖ്യ സൈന്യം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഏറ്റവും പുതിയതായി വന്ന വിവരമനുസരിച്ചാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അഹമ്മദി നജാദ് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം നീലിമ, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോഴുണ്ടായിരുന്ന ആക്രമണങ്ങളുടെ രീതിയിൽ തന്നെ മിസൈലുകൾ ഉപയോഗിച്ചോ ഡ്രോണുകൾ ഉപയോഗിച്ചോ ഒക്കെയുള്ള ആക്രമണങ്ങളുടെ ഭാഗമായി തന്നെയാണ് അഹമ്മദി നജാദും കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇസ്രായേലാണ് ആദ്യം ഈ മരണം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത്. അവിടെ നിന്നുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ അടക്കമുള്ള ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകളിലൂടെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഹോർമോസ് കടലിടുക്കിൽ വീണ്ടും ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ കപ്പലാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് പറഞ്ഞിരുന്നത് തങ്ങൾ ഈ ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം, കപ്പൽ ഗതാഗതം അനുവദിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ പറയുന്ന വാക്കിന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ തന്നെ ഇറാൻ ഇപ്പോൾ ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ മൂന്നാമത്തെ കപ്പലാണ് ഹോർമോസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ടത്. ഏറ്റവും പുതിയതായി വരുന്ന വിവരമനുസരിച്ച് ഒരു ഓയിൽ ടാങ്കറാണ് ഈ ഹോർമൂസിൽ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ഇതിൽ 3 ക്രൂ മെമ്പേഴ്സ് ഇതിലുണ്ടായിരുന്നു, 20 ക്രൂ മെമ്പേഴ്സ് ഈ കപ്പലിലുണ്ടായിരുന്നു. ഇവരെ പുറത്തേക്ക് രക്ഷപ്പെടുത്തി ഇവാക്യുവേറ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ആണ് ഇത് പുറത്തുവിടുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വാണിങ്ങുകൾ, മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് കടലിടുക്കിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചവരെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ ഇറാനിലെ മാധ്യമങ്ങൾ അറിയിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പുതിയൊരു ഡെവലപ്മെൻ്റാണ്. അപ്പോൾ 150ഓളം വരുന്ന കപ്പലുകൾ ഇപ്പോൾ തന്നെ ഹോർമൂസിലേക്ക് കടക്കാൻ കഴിയാതെ, ആ മേഖലയിലേക്ക് പോകാൻ കഴിയാതെ ആഴക്കടലിൽ നങ്കൂരമിട്ട് കിടപ്പുണ്ട്. അവിടെയാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. ഈ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അവർ അത് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ അധീനതയിൽ വരുന്ന പ്രദേശത്ത് തന്നെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ മുൻപിൻ നോക്കാതെ എവിടെയെല്ലാം കയറി അടിക്കാമോ അത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന ഒരു ശൈലിയിലേക്ക്, അന്തം വിട്ട ഒരു ശൈലിയിലേക്ക് ഇറാൻ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒമാൻ എന്ന് പറയുന്നത് ഇറാൻ നമ്മൾ ആക്രമിക്കില്ല എന്ന് കരുതിയ ഒരു പ്രദേശമാണ്. ആ ഒമാന്റെ നിയന്ത്രണത്തിലുള്ള ഓയിൽ ടാങ്കറിന് നേർക്കാണ് ഇത്ര വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഒരു വിവരം കൂടി പുറത്തു വരുന്നത് അത് ഭാരതത്തെ ആശങ്കയിലാഴ്ത്തുന്ന ചില കാര്യങ്ങളാണ്. 15 അംഗ ക്രൂ മെമ്പേഴ്സ് ഉള്ള ഒരു ഓയിൽ ടാങ്കർ കൂടി അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 അംഗ ഭാരതീയർ ആ ക്രൂ മെമ്പേഴ്സിൽ ഉണ്ട്. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഒമാനെ കൂടി ആക്രമിക്കുക എന്ന ശൈലിയിലേക്ക് എങ്ങനെയാണ് ഇറാൻ മാറിയത്?
ബ്രിട്ടൻ പ്രതികരിച്ച ഒരു രീതിയുണ്ട്. അതായത് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതല്ല ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇറാൻ ആ മേഖലയാകെ ഒരു അസമാധാനത്തിൻ്റെ കീഴിലേക്ക്, സമാധാനമില്ലായ്മയുടെ കീഴിലേക്ക് കൊണ്ടുവരാനാണ് ഇറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ബ്രിട്ടൻ നൽകിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും തങ്ങൾക്ക് മുൻപ് പിന്തുണ നൽകിയിരുന്നവരെ പോലും, തങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന സൗഹൃദമുള്ള രാഷ്ട്രങ്ങളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് എല്ലാവരെയും ആക്രമിക്കുക എന്നുള്ള ഒരു ശൈലിയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു ബ്രിട്ടൻ വിമർശിച്ചത്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോഴുണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അതത് രാജ്യങ്ങൾക്ക് തന്നെയാണ്. അതായത് നിങ്ങൾ അമേരിക്കയ്ക്ക് ബേസ് തുടങ്ങാനും അമേരിക്കൻ സൈനികർക്ക് കാലുറച്ച് നിൽക്കാനും ഒക്കെ സ്ഥലങ്ങൾ നൽകിയത് കൊണ്ടാണ് നിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയെ സഹായിച്ച എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് ഇറാൻ പോയിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണങ്ങൾ തുടർച്ചയായതോടുകൂടി ബ്രിട്ടൻ കൂടുതൽ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അൽ ഉദൈദ് എയർബേസിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള റഡാർ സിസ്റ്റങ്ങളും കൂടുതൽ വിമാനങ്ങളും, ഖത്തറിലെ തങ്ങളുടെ എയർബേസിലേക്ക് കൂടുതൽ വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും എത്തിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുണ്ടാകുന്ന ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ബ്രിട്ടൻ കൂടുതൽ സംവിധാനങ്ങൾ ഖത്തറിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം